അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ആനിമൽസ് ആൻഡ് ഹോംസ്, മൃഗങ്ങളും അവരുടെ വീടും. 20ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും വീട് അത്യാവശ്യമാണ് അല്ലേ? നമ്മൾ മനുഷ്യന്മാർക്കും വീട് വേണ്ടേ? അതുപോലെ മൃഗങ്ങൾക്കും വേണം. അപ്പോൾ ഓൾ ആനിമൽസ് നീഡ് ടു പ്ലേസ് ടു ലിവിങ്. ദേ ലിവ് ഓൺ ലാൻഡിൽ നിലത്ത് താമസിക്കുന്ന ജീവികൾ മൃഗങ്ങളുണ്ട്. ട്രീസിൻ്റെ മുകളിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളും ഉണ്ട്. ആനിമൽസ് ലൈക്ക് ലയൺസ്, ഡോഗ്സ് ആൻഡ് കൗസ് ലിവ് ഓൺ ലാൻഡ്. എന്താ പറയുക, സിംഹവും നായും പശുക്കളും ഒക്കെ നിലത്താണ് ജീവിക്കുക, ലാൻഡിലാണ് ജീവിക്കുക, ഭൂമിയിലാണ് ജീവിക്കുക. ബേർഡ്സ് ലിവ് ഓൺ ട്രീസ്. ബേർഡ്സ് പക്ഷികൾ എവിടെയാണ് ജീവിക്കുക? ട്രീസ്, നെസ്റ്റിലാണ് ജീവിക്കുക. മരത്തിന് മുകളിൽ കൂട് കെട്ടിയിട്ടാണ് ജീവിക്കുക. ആനിമൽസ് ലൈക്ക് ഫ്രോഗ്, ഫിഷ് ആൻഡ് ടർട്ടിൽ ലിവ് ഇൻ വാട്ടർ. തവളയും മീനും ടർട്ടിലും ആമയും വെള്ളത്തിലാണ് ജീവിക്കുക. സം ആനിമൽസ് ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ലൈക്ക് ഫ്രോഗ്, ടോർട്ടോയിസ്, ക്രൊക്കഡൈൽ. നിലത്തും ഭൂമിയിലും വെള്ളത്തിലും കൂടിയും ജീവിക്കുന്ന കുറച്ച് ജീവജാലങ്ങളുണ്ട്. അവരേതൊക്കെയാണ്? ഫ്രോഗ്, തവള, ടോർട്ടോയിസ് ആൻഡ് ക്രൊക്കഡൈൽ. ആമി, മുതലി, തവളയും. പിന്നെ അടുത്ത കാറ്റഗറി ഹെഡിങ് വൈൽഡ് ആനിമൽസ്, കാട്ടുമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങൾ എവിടെ ജീവിക്കുക? ആ പേര് തന്നെ ഉണ്ട് അല്ലേ, വൈൽഡ്, ജംഗിൾസ്. കാട്ടിലാണ് ജീവിക്കുക. സം ഓഫ് ദം മേക്ക് ദെയർ ഓൺ ഹോംസ്. ചില ജീവികൾ അവരുടെ സ്വന്തം വീടുകൾ അവർ തന്നെ ഉണ്ടാക്കിക്കോളും. ലയണിൻ്റെ വീടിൻ്റെ പേരെന്താ? ലയൺ വൈൽഡ് ആനിമലാണ് അല്ലേ. ലയണിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. ടൈഗറിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. പിന്നെയോ ബെയറിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. ഫോക്സിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ ആണ്. എലിഫൻറ്റിൻ്റെ വീടിൻ്റെ പേര് ഹാബിറ്റാറ്റ് എന്നാണ് പറയുക. ലയൺ ലിവ്സ് ഇൻ ഡെൻ. സ്പാരോ എവിടെയാണ്? കിളിയല്ലേ സ്പാരോ, അതെവിടെയാ? നെസ്റ്റിലാണ് അല്ലേ. റാബിറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ബറോ, BURROW. പാമ്പ് എവിടെയാണ് ജീവിക്കുക? ഹോൾ, HOLE. സ്പെല്ലിംഗ് മാറിപ്പോയത്. WHOLE എന്ന് പറയുമ്പോൾ മൊത്തം എന്നുള്ള ഹോളാണ്. ഇത് മാളമാണ്, ഹോൾ, HOLE. പാമ്പ് മാളത്തിലാണ് ജീവിക്കുക. പിന്നെ Humans make some home for some animals. നമ്മൾ മനുഷ്യന്മാർ മൃഗങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കും. അത് ഏതൊക്കെ മൃഗങ്ങൾക്കാണ്? കൗ എവിടെ ജീവിക്കുക? ഷെഡ് കെട്ടി കൊടുക്കും നമ്മൾ മനുഷ്യന്മാർ അല്ലേ, കൗവിന് ജീവിക്കാൻ വേണ്ടിയിട്ട്, പശുക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഡോഗ് ഈസ് കെപ്റ്റ് ഇൻ കെനൽ, KENNEL. സ്റ്റേബിൾ ആരുടെ വീടാണ്? ഹോഴ്സ്, കുതിരൻ്റെ വീട്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. വൺ ആനിമൽ എന്നല്ല, അവിടെ ബേർഡ് എന്നാണ് വേണ്ടത്. പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. വൺ ബേർഡ് ലിവിങ് ഓൺ ട്രീസ്. ബേർഡ്സ് ലിവ് ഓൺ ട്രീസ് എന്നാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരേണ്ടത്. പിന്നെ വൺ ആനിമൽ ലിവിങ് ഇൻ എ ഷെഡിൽ ആരാണ് ജീവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, കൗ, പശുക്കൾ. വൺ ആനിമൽ ലിവിങ് ഇൻ എ ബീഹൈവ്. തേനീച്ചക്കൂട്, തേനീച്ചയ്ക്ക് എന്താ പറയാൻ? ബീസ്, BEES, ബീസ്. ഹൈവിലാണ് തേനീച്ച ഉണ്ടാവുക, ബീഹൈവ് എന്ന് പറയും, തേനീച്ചക്കൂട്. രണ്ടാമത്തെ സെറ്റ്, മാച്ച് ദീസ് ആനിമൽസ് വിത്ത് ദെയർ ഹോംസ്. ഡോഗ് എവിടെയാണ്? കെനൽ. ഫിഷ് പോണ്ട്, റിവർ, ലേക്ക്. പിന്നെ അല്ലെങ്കിൽ ബൗൾ, നമ്മൾ എക്വേറിയം ഉണ്ടാവില്ലേ അത്. ഹോഴ്സ്, കുതിര എവിടെയാണ്? സ്റ്റേബിൾ. ലയൺ, ഡെൻ. സ്പാരോ, നെസ്റ്റ്. വേർ ഡു സ്നേക്സ് ലിവ്? ഹോൾ, മാളം, HOLE. പിന്നെ വേർ ഡു യു കീപ്പ് എ ഹോഴ്സ്? കുതിരനെ എവിടെ നിൽക്കുക? സ്റ്റേബിൾ. ഈ സ്ട്രേ ഡോഗ്സ് ഇല്ലേ, എന്താ പറയുക, ചെത്തല നായ്ക്കൾ, തെരുവ് നായ്ക്കൾ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ച്, പറഞ്ഞു മാറിപ്പോയതാണ്. തെരുവ് നായ്ക്കൾ, അവർക്ക് വീടിന് ആവശ്യമില്ല, അവർ റോട്ടിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടന്നോളും.
അടുത്തൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ്. ഡ്രോ യുവർ ഫേവറേറ്റ് ആനിമൽ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമലിനെ വരയ്ക്കുക, എന്നിട്ട് കളർ ചെയ്യുക. ഓക്കെ, നോട്ട്ബുക്കിൽ വരച്ചാൽ മതി. പിന്നെ അടുത്ത ആക്ടിവിറ്റി പ്രൊജക്റ്റ് വർക്കാണ്. A4 സൈസ് പേപ്പറിൽ മേക്ക് എ ചാർട്ടിലാണ് ചാർട്ട് ഓഫ് ആനിമൽസ് ആൻഡ് ദിയർ ഹോംസ് ആൻഡ് പേസ്റ്റ് ദ പിക്ചേഴ്സ്. ഒട്ടിക്കാനാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് സം ആൻഡ് ഹാവ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. ഈ ചാർട്ടിൽ ആനിമൽസും അവരുടെ വീടും, ആനിമൽസിന് നേരെ അവരുടെ വീട് ഒട്ടിച്ചു കൊടുത്താൽ മതി, അവരെ പേസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ഈ ചാർട്ട് പേപ്പർ എടുത്തിട്ട്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളുടെ ആക്ടിവിറ്റീസാണ്, പ്രൊജക്റ്റ് വർക്കാണ്. നോട്ടിൽ ഒന്ന് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആനിമലും അത് കളർ ചെയ്യാനും, പിന്നെ ചാർട്ട് പേപ്പറിൽ നിങ്ങളുടെ ആനിമൽസിൻ്റെ വീടും ആനിമൽസിൻ്റെ വീടും. ഓക്കെ, ഈ സൈഡിൽ ആനിമൽസിനെ ഒട്ടിക്കുക, ഈ സൈഡിൽ അവരുടെ വീട്, എന്നിട്ട് അടിയിൽ എഴുതും വേണം ഏതാണ് ആനിമൽ, ഏതാണ് അവരുടെ വീടിൻ്റെ പേര്. ഓക്കെ, ഇത് ഒട്ടിക്കുക ചാർട്ട് പേപ്പറിൽ. ഓക്കെ.